എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 1 ചൊവ്വാഴ്ച. അതായത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് മാർക്കറ്റ് എല്ലാം തന്നെ ഒരു സൈഡ് വേ മോഡിൽ തന്നെയായിരുന്നു. കാരണം പ്രത്യേകിച്ചുള്ള ഇവൻസുകളൊന്നുമില്ല, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളൊരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഞങ്ങൾ അതിലൂടെ കൈമാറുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ ഇടിവിന് ശേഷം മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു നിശ്ചലമായിരുന്നു, അതായത് മന്ദഗതിയിലായിരുന്നു. അവസാനം ഫ്ലാറ്റ് ക്ലോസിങ്ങിൽ ഒരു മാറ്റവും ഇല്ലാതെ ക്ലോസ് ചെയ്തു. തുടക്കത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി ഒരു നാരോ റേഞ്ചിൽ മൂവ് ചെയ്ത് ഒടുവിൽ 25,541 ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ സെക്ടറൽ ബേസിലും ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. പ്രത്യേകിച്ചും മെറ്റൽ, അതുപോലെ ബാങ്കിങ് മേഖലകളാണ്, ഫാർമ എന്നിവയൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ ഇന്നലെ ബാങ്കിങ് പൊതുമേഖലകളെക്കുറിച്ച് ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ന് അവ നേട്ടത്തിലാണ്. അതേസമയം FMCG, IT എന്നിവ ഇന്ന് താഴ്ന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഈ അടുത്ത കാലത്തുണ്ടായ മാർക്കറ്റിലെ പ്രകടനത്തിന് മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം ബ്രോഡർ മാർക്കറ്റിലും ഇന്ന് മന്ദഗതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്നത്തെ സെഷനിൽ നടന്നിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിലെ ജാഗ്രതയോടെയുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം കണക്കിലെടുത്ത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി നേട്ടത്തിൽ ക്ലോസ് ചെയ്തെന്ന് പറയാം വേണമെങ്കിൽ. പക്ഷേ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ജൂലൈ 9 താരിഫ് സമയപരിധിക്ക് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് US-ഉമായുള്ള ട്രേഡിംഗ് ഡീൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇത്തരത്തിലുള്ളൊരു സൈഡ് വേ പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെൻറ്റിന് ശേഷം, നല്ല ഒരു 2 ദിവസത്തെ റാലിക്ക് ശേഷം മാർക്കറ്റ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു മന്ദഗതിയിലാവാൻ കാരണം അതായിരിക്കാം. 83,874 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം സെൻസെക്സ് 90 പോയിൻ്റ് അഥവാ 0.11% ഉയർന്ന് 83,697 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 24 പോയിൻ്റ് അഥവാ 0.1% എന്ന സ്ലൈറ്റ്ലി പോസിറ്റീവോടെ 25,541 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ഫ്ലാറ്റായി ക്ലോസ് ചെയ്തിരിക്കുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 0.10% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക്, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ, ഫാർമ എന്നിവ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. മറുവശത്ത് നിഫ്റ്റി ആട്ടോ, IT, എനർജി, FMCG, മീഡിയ, റിയാലിറ്റി എന്നിവ നെഗറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3020 സ്റ്റോക്കുകളിൽ 1491 എണ്ണം ഇന്ന് പോസിറ്റീവിലും 1452 ഇന്ന് നെഗറ്റീവിലുമാണ്. 77 ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്തു. 96 സ്റ്റോക്കുകൾ 52 വീക്സിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. 24 52 വീക്സിലെ ലോ ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പർ സർക്യൂട്ടിലെത്തിയ സ്റ്റോക്കുകളുടെ എണ്ണം 119 ഉയർന്നിട്ടുണ്ട്. 43 ലോവർ സർക്യൂട്ട് പരിധിയിലേക്ക് താഴുകയും ചെയ്തു. NSEയിലെ എല്ലാ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5.36 ട്രില്യൺ ആയി. അതേസമയം ചാഞ്ചാട്ടം വളക്കുന്ന ഇന്ത്യ വിക്സ് 2.01% കുറഞ്ഞ് 12.5 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് നിഫ്റ്റിയിൽ നേട്ടമുണ്ടാക്കിയ പ്രധാന സ്റ്റോക്കുകളിൽ അപ്പോളോ ഹോസ്പിറ്റൽസ്, ഭാരത് ഇലക്ട്രോണിക്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങി 18ഓളം സ്റ്റോക്കുകൾ ഗ്രീനിലും ബാക്കിയുള്ളവ റെഡിലുമാണ്. അതിൽ പ്രധാനമായും നെസ്ലെ ഇന്ത്യയാണ് 2.24% ഇടിഞ്ഞിരിക്കുന്നത്. ആക്സിസ് ബാങ്കും ശ്രീറാം ഫിനാൻസും എറ്റേണലും തൊട്ടുപിറകെ തന്നെയുണ്ട്. നമുക്കിനി കഴിഞ്ഞ ദിവസം പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ, അതായത് നമ്മൾ ഇന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് ബ്രേക്കൗട്ട് ചെയ്ത് ആക്റ്റീവ് ആകാനുള്ള യാതൊരു ചാൻസും പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ 25,470 സപ്പോർട്ടും 25,570 റെസിസ്റ്റൻസുമാണ്. നോക്കും, ജസ്റ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ തൊട്ട് പിന്നീട് തിരിച്ച് താഴേക്ക് തന്നെ വരികയാണ് ചെയ്തത്. നമുക്ക് നിഫ്റ്റിയിൽ ആക്റ്റീവായിട്ടില്ല. നമ്മുടെ കോഡ് എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കൂ. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കൂ, ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺ സൈഡ് വന്നു. ലാസ്റ്റ് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 57,380 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും
എൻട്രി എടുത്താൽ തന്നെ ഇതുവരെ 120 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആ ഒരു പൊതുമേഖല ബാങ്കുകളുടെ ആ ഒരു ഗുഡ് പെർഫോമൻസ് തന്നെ ആയിരിക്കണം. എന്നാൽ സെൻസെക്സിലും നമുക്ക് ആക്റ്റീവായിട്ടില്ല. നോക്കൂ, ജസ്റ്റ് റെസിസ്റ്റൻസ് ബോർഡറിൽ പോയി ടച്ച് ചെയ്ത് താഴത്തേക്ക് തന്നെ വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ആക്റ്റീവ് ട്രേഡിംഗ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്. സെൻസെക്സിലാണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 83,870. ഓക്കെ, ഇത് കുറച്ച് ലോങ് ആയിപ്പോയി. നമുക്ക് ചെറിയ പ്രോഫിറ്റൊക്കെ ആണെങ്കിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇതൊരു റെസിസ്റ്റൻസ് സോണ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാം. 83,800 83,640 ഇപ്പോൾ ഉള്ളത്. 83,800 സപ്പോർട്ട് ലെവൽ നമുക്ക് ഇത് തന്നെയാണ്. 83,480. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് നിൽക്കും. നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് ലൈൻ ചെയ്തിട്ട് പിന്നീട് റെസിസ്റ്റൻസ് ലെവൽ 57,535 57,535 റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ വാച്ച് ചെയ്യാവുന്നതാണ്. നോക്കൂ, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് 57,310. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് ലെവൽ അല്പം മുകളിലേക്ക് കയറ്റി ഈ ഒരു സോണിൽ വയ്ക്കാവുന്നതാണ്. ഇതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ഇത് തന്നെയാണ്. 25,566 എന്നുള്ളത് 25,570 ഈ റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.